ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ ബുൾജെറ്റ് സഹോദരന്മാർ ട്രാവൽ ബ്ലോഗേഴ്സാണ്. കുറെ നാൾക്ക് മുമ്പേ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് MBDയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില വിഷയങ്ങൾ. അത് എനിക്ക് തോന്നുന്നു ക്ലബ് ഹൗസൊക്കെ ഉള്ള സമയത്ത് വളരെ സജീവമായിട്ട് ക്ലബ് ഹൗസിൽ വരെ ചർച്ചയായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അതിനുശേഷം ഈയിടക്ക് അവരെന്തോ ചിക്കൻ അച്ചാർ ഉണ്ടാക്കുമ്പോഴായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നിരുന്നു. ചിക്കൻ അച്ചാറിന്റെ വില വളരെ കൂടുതലാണ്, മാത്രമല്ല ഉണ്ടാക്കുന്ന രീതിയിൽ വേണ്ടത്ര വൃത്തിയും വെടിപ്പും സൂക്ഷിച്ചില്ല എന്ന രീതിയിലൊക്കെ വിവാദങ്ങൾ വന്നിരുന്നു. പക്ഷേ MBDയുടെ അത്ര അതങ്ങനെ കത്തിക്കേറി പോയില്ല. എന്തായാലും അവരിപ്പോൾ ഒരു യാത്രയിലാണ്, ഇന്ത്യ ടു US എന്ന് പറഞ്ഞ യാത്രയിലാണ്. നിലവിലിപ്പോൾ റഷ്യയിലാണുള്ളത്. റഷ്യയിൽ വെച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടെ ഈ ബുൾജെറ്റ് ഒരു കാര്യം പറഞ്ഞത് അവരെ ആരോ ഹണി ട്രാപ്പിൽ കുടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ്. ആ വിഷയവും അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിക്കുന്നതിന് എടുത്തു വെച്ചിരുന്നു. അത് തൃശ്ശൂരിലെ ഒരു വ്യാപാരിയെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചൊരു സംഭവമായിരുന്നു. അന്ന് പിന്നെ വേറെ വിഷയങ്ങളൊക്കെ കയറി വന്നു, അതുകൊണ്ട് അത് പിന്നെ സംസാരിക്കാതെ വിട്ടുപോയി. എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഇത് രണ്ടും റിയാക്ഷന് വേണ്ടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം ഈ ബുൾജെറ്റിന്റെ സംഭവത്തിലേക്ക് പോകാം. ഈ ബുൾജെറ്റ് പറയുന്ന ഒരു കാര്യം, ഇവര് കൊൽക്കത്തയിൽ ട്രാവലായിരുന്ന സമയത്ത് അവിടെ വെച്ചൊരു പബ്ലിക് ബാത്ത്, പരസ്യമായിട്ട് കുളിക്കുന്നത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഇവര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അതിൽ ഈ ബുൾജെറ്റിന്റെ അനിയനാണെന്ന് തോന്നുന്നു, ഇയാളുടെ പ്രൈവറ്റ് പാർട്ട് എവിഡന്റ് ആയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു യുവതി, അത് ഫേക്ക് അക്കൗണ്ട് ആണെന്നാണ് തോന്നുന്നത്, നിലവിൽ അത് ആരാണെന്ന് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നു. അതിനുശേഷം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർ തിരിച്ചു ചോദിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഉടനെ ഇവർക്ക് കുറെ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയാണ് യുവതി. അതിനുശേഷം ഇവർക്കെതിരെ കേസ് കൊടുക്കും എന്ന രീതിയിലേക്ക് അവർ സംസാരിച്ചു തുടങ്ങുന്നു. ആ വിഷയമാണ് ഇവർ പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. മേഘന P എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി. പിന്നെ തുണിയും സംഭവമൊന്നും ഇല്ലാത്തത് ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഇങ്ങനെ അയച്ചു തരും. എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത്. എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാൽ ലാസ്റ്റ് ഇവർ ഒറ്റ ഫോൺ കോൾ വിളിയാണ്. എന്നിട്ട് അതിനകത്തെങ്ങാനും നമ്മുടെ തലയെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട്, നിങ്ങൾ അതിലൊന്നും വീഴരുത്, ഇത് സാമ്പത്തിക പരിപാടിയാണ്, അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ അത്. എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന്, അതായത് DGP SP ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ, അവിടുത്തെ സ്റ്റേഷൻ, ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു. ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആണുങ്ങളുടെ പരാതിക്ക് എത്ര പേര് എന്നാടാ പറഞ്ഞില്ല പിന്നെ, അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിതിപ്പോൾ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത്, അതെടുക്കുക അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല. അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല. അപ്പോൾ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്നാണ് പറഞ്ഞത്. ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ID കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലെന്നാണ് പറഞ്ഞത്. അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക്, പല പബ്ലിക് ഇതിൻ്റെ അകത്തുനിന്നൊക്കെയാണ്. ഇതേത് ആണുങ്ങൾ ഉപയോഗിക്കുന്നുള്ളൊരു പേര് പറഞ്ഞു, നമുക്കത് വ്യക്തമില്ലാത്ത നമ്മൾ പുറത്തു പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആരെയാണെന്നുള്ളത് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, ഞങ്ങളുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ പറയാണ്, പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തെണ്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം കൊടുത്തത്. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, പിന്നെ ഭാവിയിൽ ഇവർ ഈ വല്ല അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കൊരു പണി കിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പരാതി കൊടുക്കുക. ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിന് പ്രത്യേകിച്ച് ഈ ബുൾജെറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട നടപടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്നതിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് വന്നത് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും അയക്കുന്ന സംഭവം. എനിക്ക് തോന്നുന്നത് അവർ പറയാൻ ഉദ്ദേശിച്ചത് ഒരാണ് ഒരു പെൺകുട്ടിക്ക് ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അത് പരാതി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സപ്പോർട്ടീവ് ആയിരിക്കും. അതേസമയം പെൺകുട്ടിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ അത്ര സപ്പോർട്ടീവ് അല്ല എന്നും ഇവർക്ക് ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെന്തായാലും ആളിവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇമെയിൽ ID മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയം എടുക്കാനുള്ള കാരണം ഇതിപ്പോൾ വളരെ സ്വാഭാവികമായിട്ടും വളരെ കോമൺ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലരും ഇത്തരം വിഷയങ്ങളിൽ ഹണി ട്രാപ്പിൽ പെടുന്നുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞു പോകുമ്പോൾ തൃശ്ശൂരിലുള്ള ഒരു ബിസിനസ്മാൻ്റെ കാര്യം പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ പാറ്റേൺ വളരെ സെയിം ആണ്. ഒരു മെസ്സേജ് അയക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു വീഡിയോ കോൾ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ നമ്പറുകളൊക്കെ നമ്മൾ അറിയാത്ത പലരുടെയും കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വളരെ റാൻഡമായിട്ട് സെയിൽസ് കോളുകൾ വരുന്നത്. ഇതേ ഡാറ്റ തന്നെ ഇതുപോലുള്ള കുൽസിത പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കും. അവരും ഇതേ രീതിയിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഒരുപക്ഷെ നമ്മളെ നമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ഇവർ നോക്കി അത് പരിശോധിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നു. ഒരുപക്ഷെ ഒരു കണക്ഷനുമില്ലാതെ ചിലർ നേരെ വീഡിയോ കോൾ വിളിക്കും, അല്ലെങ്കിൽ നേരിട്ട് തന്നെ മെസ്സേജ് അയക്കും.
കോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഗ്നചിത്രങ്ങൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ നഗ്നമായിട്ടുള്ള വീഡിയോ കോൾ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ ഓഫറുകളൊക്കെ വെച്ച് ചിലർ ആദ്യമേ പറയും, ചിലരൊന്നും പറയില്ല, ചിലർ നേരെ വീഡിയോ കോൾ വിളിക്കും. ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം അതിൽ പതിയുന്നു. ഇവർ ന്യൂഡായിട്ട് നിൽക്കുന്ന ചിത്രമായിരിക്കാം, അല്ലായിരിക്കാം. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നുള്ള ഭീഷണിയാണ് പിന്നീട് ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു കോള് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ പരാതി കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. സാധാരണ ഇതിൽ ഇവർക്ക് അങ്ങനെ പോകാനുള്ള ഒരു വിധത്തിലുള്ള ലീഗൽ വാലിഡിറ്റിയും ഇല്ല എന്നറിയാം. പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇതിനകത്ത് പെട്ടുപോകും. ഇതുപോലെ സമാനമായ ഒരു സംഭവം തൃശ്ശൂരിലുണ്ടായി. നമ്മൾക്ക് ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം. തൃശൂരിലെ വ്യാപാരിയിൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ 2.5 കോടി രൂപ കവർന്ന് ദമ്പതികൾ അറസ്റ്റിൽ. കൊല്ലം സ്വദേശി ഷെമി, ഭർത്താവ് സോജൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് ആഡംബര വാഹനങ്ങളും 82 പവനോളം സ്വർണവും കണ്ടെടുത്തു. ഈ സംഭവം ആരംഭിക്കുന്നത് ഇവരുടെ പോലെ ഒരു വളരെ റാൻഡമായ കോളിൽ നിന്നായിരുന്നില്ല. ആദ്യം വാട്സാപ്പ് വഴി ഇയാൾ ബന്ധപ്പെടുന്നു, ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. അതിനുശേഷം വിദ്യാഭ്യാസത്തിനുള്ള സഹായം എന്ന രീതിയിൽ ചെറിയ ചെറിയ തുകകൾ ആവശ്യപ്പെട്ടിരുന്നത്, ഫീസ് അടക്കാനും മറ്റുമൊക്കെ 2000, 3000, 4000 അങ്ങനെയൊക്കെ വാങ്ങിത്തുടങ്ങി. അങ്ങനെ വാങ്ങിത്തുടങ്ങിയ ഈ സംസാരം മെല്ലെ മെല്ലെ ലൈംഗിക ചുവയുള്ള സംസാരത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. പിന്നീട് വീഡിയോ കോൾ വിളിച്ചു. അങ്ങനെ വീഡിയോ കോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ന്യൂഡ് വീഡിയോസ് കാണിക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഭീഷണി ആരംഭിക്കുക. വ്യാപാരി 63 വയസ്സുകാരനാണ്. അയാൾക്ക് ഇതിനെക്കുറിച്ചുള്ള നൂലാമാലകൾ വലിയ പിടിയില്ല. മാത്രമല്ല ഇയാൾ ഇതിൽ കുറച്ച് വശം പൊതനായി പോയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇയാളോട് ചോദിച്ച പണം ഇയാൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ പിന്നെയും ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. അവസാനം ഇയാൾ ഭാര്യയുടെ സ്വർണം, വീടിന്റെ ആധാരമൊക്കെ പണയം വെച്ച് ഇവർക്ക് പൈസ കൊടുത്ത് ഏകദേശം 2.5 കോടി രൂപയാണ് ഇവർക്ക് കൊടുത്തത്. അതിനുശേഷം വീണ്ടും പണം ആവശ്യപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് ഇയാൾക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതും മകനോട് ഈ കാര്യം പറഞ്ഞത്. മകൻ കുറെ കൂടി സെൻസിബിളായിട്ട് ഈ കാര്യം ഹാൻഡിൽ ചെയ്തു. അയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു, ഈ വാട്സാപ്പ് നമ്പറും കൊടുത്തു. അങ്ങനെ വാട്സാപ്പ് നമ്പർ കിട്ടിയതനുസരിച്ച് ഇവർ അന്വേഷിച്ചു പോയപ്പോൾ കൊല്ലത്തുള്ള 2 ദമ്പതികളാണ് ഇതിന് പിന്നിലുള്ളത്. അവരെ അറസ്റ്റ് ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് 82 പവനും 5 പുതിയ കാറുകളുമാണ് കണ്ടെത്തിയത്. ഈ വ്യാപാരിയുടെ പൈസ കൊണ്ട് വാങ്ങിയ സംഭവങ്ങളാണ്. ഈ രീതിയിലാണ് നാട്ടിലെ തട്ടിപ്പും പരിപാടിയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഇബുൾജെറ്റ് പറഞ്ഞൊരു കാര്യം ശരിയാണ്, അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും സാധ്യത കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ, വളരെ റാൻഡമായിട്ട് വരുന്നൊരു കോളായിരിക്കാം. അതിപ്പോൾ വീഡിയോ കോളാണെന്ന് മനസ്സിലാതെ നമ്മളത് അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉടൻ തന്നെ അവർ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങളത് വീട്ടുകാരെ കാണിക്കും, നാട്ടുകാരെ കാണിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ കാണിച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങൾ കാണിച്ചോളാൻ പറയും. അത് തന്നെയാണ് നല്ല പരിപാടി. അല്ലെങ്കിൽ കേസിന് പോകുന്ന പറയുമ്പോൾ ഓക്കെ നിങ്ങൾ കേസിന് പോയിക്കോളൂ, നമ്മൾക്കും കേസിന് പോലെ. നമ്മളുടെ അടുത്ത് കൃത്യമായ ഡേറ്റകൾ എടുത്തോളം കാലം നമ്മളെ ഒരു കോടതിയും പിടിച്ചകത്തിടാൻ പോകുന്നില്ല. നമ്മളെ വിശ്വസിക്കുന്നവരൊക്കെ വിശ്വസിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല. ഇത്തരത്തിൽ ഭീഷണികൾ വരുമ്പോൾ ഈ രീതിയിൽ തിരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ അടങ്ങിപ്പോയിക്കോളും. ഇതല്ലാതെ മറ്റ് പല രീതിയിലുള്ള ട്രാപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബിഷപ്പിനെ പറ്റിച്ചു, ജെറിയ ബൽദേവിനെ പറ്റിക്കാൻ ശ്രമിച്ചു, ഒരു ആക്ട്രസിനെ പറ്റിക്കാൻ ശ്രമിച്ചു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. റീസെൻ്റായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലും എനിക്കൊരു കോൾ വരും, നിങ്ങളുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ആദ്യം അതായത് ഒരു 1-2 മാസം മുമ്പ് ഈ കോൾ വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ IVR ലിങ്കിനാണ് പറയുന്നത്, നിങ്ങളുടെ ഫോൺ നമ്പർ 48 മണിക്കൂറോ 2 മണിക്കൂറുള്ളൊക്കെ ബ്ലോക്ക്ഡ് ആകും. അങ്ങനെ ബ്ലോക്ക് ആയിരിക്കണമെങ്കിൽ 9 അമർത്താൻ പറയും. 9 അമർത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അയാളുടെ നമ്മളോട് സംസാരിക്കുന്നു. അയാൾ സംസാരിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ ഫോൺ ഞങ്ങൾ ട്രാക്ക് ചെയ്യായിരുന്നു, കാരണം നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് വരും. അതിനു മുന്നേ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യും. ഇത് ബ്ലോക്ക് ചെയ്തിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കേസിൽ പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിൽ വരണം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എവിടെയാണ് നിങ്ങൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്? പറഞ്ഞു മുംബൈ CBIയിലാണെന്ന് പറഞ്ഞു. നല്ല കാര്യം, നിങ്ങൾ എൻ്റെ ലോക്കൽ CBI ഓഫീസിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കും, ഞാൻ ലോക്കൽ CBI ഓഫീസിൽ പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, ഇത് മുംബൈ CBI ഓഫീസാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ, ഏത് ഓഫീസിലാണ് എനിക്ക് ഹാജരാകാനുള്ള റൈറ്റ് എനിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ CBI ഓഫീസ് ഏതാണെന്ന് പറയും, ഞാൻ അവിടെ പോകാം. അപ്പോൾ മറു സൈഡിൽ നിന്ന് ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്താണ്? ഞാൻ ചോദിച്ചു, അത് നിങ്ങൾക്കറിയാൻ പാടില്ലേ? നിങ്ങൾ ഇത്ര വലിയ CBI ഓഫീസറായിട്ട് നിങ്ങൾക്കറിയാൻ പാടില്ല ഞാനിപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ആദ്യം ട്രാക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള CBI ഓഫീസിൽ വിളിച്ചു പറയും, ഞാൻ അവിടെ പോയിട്ട് ഹാജരായിക്കോളാം, ബാക്കി പ്രൊസീഡിങ്സ് അവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കോൾ കട്ടായി കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു. കോൾ വന്നതിന് ശേഷം ഇവർ പിന്നീട് എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കോൾ കട്ട് ചെയ്തത്, ഇത് വളരെ സീരിയസ് ആയൊരു വിഷയമാണെന്ന് അറിയില്ല എന്ന രീതിയിൽ ഇവർ ചൂടാക്കി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ കോൾ കട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവർ ഉടായ്പാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവരെ പ്രാങ്ക് ചെയ്യാൻ തുടങ്ങി. ഇവർ എന്നോട് ഹിന്ദിയിലാണ് സംസാരിച്ചു തുടങ്ങിയത്.
അപ്പോൾ ഞാൻ ആദ്യം ഹിന്ദിയിൽ റെസ്പോണ്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജി മുझे ഹിന്ദി नहीं मालूम थोड़ा अंग्रेजी में बात करो എന്ന്. അപ്പോൾ അവർ തപ്പി പിടിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഉനക്ക് തമിഴ് തെരിയുമാ. ഇവരപ്പോൾ എന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ ആളെ കളിയാക്കണമെന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, നിങ്ങൾ അറസ്റ്റ് വാറണ്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വരും, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 3 മാസമായി ആഴ്ചയിൽ ഒരിക്കൽ ഈ കോൾ വരും എനിക്ക്. ഞാൻ കോൾ എടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ബ്ലോക്ക് ആകാൻ പോകുന്നു, 9 പുറത്ത് അവിടെ വെച്ച് നമ്മൾ കോൾ കട്ട് ചെയ്ത് വിടും. ഈ രീതിയിലുള്ള ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്കാം എന്ന് പറയുന്നത് ഹണി ട്രാപ്പ് തന്നെയാണ്. അന്നും ഇന്നും ഏറ്റവും കൂടുതൽ പൈസ തട്ടാൻ പറ്റുന്നൊരു പരിപാടി ഈ ഹണി ട്രാപ്പാണ്. ആളുകളുടെ ലോല വികാരങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് എൻക്യാഷ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് നമ്മൾ ഏത് കാര്യങ്ങൾ സംസാരിച്ചാൽ വീഴുമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ആ രീതിയിൽ സംസാരിച്ച് നമ്മളിതുപോലുള്ള ട്രാപ്പുകളിൽ കൊണ്ടുപോയി പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നേരെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് സംശയം തോന്നുന്ന നമ്പറാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത് ഈ നമ്പറിൽ നിന്ന് എനിക്ക് നിരന്തരമായി കോൾ വരുന്നു, ഈ രീതിയിലാണ് സംസാരിക്കുന്നത്, ഇത് സൈബർ സെല്ലുകളിൽ പരാതിയായിട്ട് കിടക്കട്ടെ എന്നിരുന്ന് അവിടെ കൊണ്ട് ഇട്ട് വെക്കുക. ഇനിയിപ്പോൾ അത് ശരിക്കുള്ള കോളാണെങ്കിൽ തന്നെ നിങ്ങൾ സേഫാണ്. കാരണം നിങ്ങൾക്ക് സംശയം തോന്നി നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്കൊണ്ട്, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതല്ലാതെ ആവശ്യമില്ലാത്ത ഭയത്തിന് പിന്നാലെ പോയി ഇവർക്കൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് കുഴി ചാടുക, നിങ്ങളുടെ പൈസ പോകുന്നതല്ലാതെ വേറൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. വ്യാപാരിയുടെ കാര്യത്തിൽ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, കിട്ടി. മറ്റു ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് ഏത് നമ്പറിൽ നിന്ന് വിളിക്കുന്നു, ആര് വിളിക്കുന്നു, ഏത് രാജ്യത്തുനിന്ന് വിളിക്കുന്നു ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറെ കൂടി ഇക്കാര്യത്തിൽ ഒരു ഡ്യൂ ഡിലിജൻസ് കാണിക്കുക. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, അത് അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.